നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes, manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. ബേജാറാകേണ്ട, നമുക്ക് എല്ലാവർക്കും ബ്യൂട്ടി സിൽക്സിലേക്ക് പോകാം. അവിടെ ആകുമ്പോ എല്ലാവരുടെ ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷനും ഉണ്ട്. വലിയ വിലയാവില്ല. സ്നേഹവും ജീവകാരുണ്യവും സമഞ്ചാലിച്ച് വെളപ്പായ സെന്റ് മേരീസ് ദേവാലയത്തിലെ കരുണയുടെ ദൂതന്മാരും മുഖ്യദൂതൻ കുട്ടനല്ലൂർ സ്വദേശി ദേവസ്യയും 64-കാരന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് MRI സ്കാൻ സെന്ററിനു സമീപം നൽകുന്ന ഉച്ചഭക്ഷണ വിതരണത്തിന് 3 പതിറ്റാണ്ടിന്റെ നിറവ്. പ്രതിദിനം ഭക്ഷണം നൽകുന്നത് 500 പേർക്ക്. 30-ാം വാർഷികത്തിൽ വെളപ്പായ പള്ളിയിൽ സ്നേഹ സംഗമം നടന്നു. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. കരുണയുടെ ദൂതന്മാർ നാടിന്റെ അഭിമാനമാണെന്ന് കർദിനാൾ. തീവ്ര വ്രതശുദ്ധിയുടെ മഹനീയ ദിനങ്ങൾക്കൊടുവിൽ സന്തോഷത്തിന്റെയും ആഹ്ലാദാരവത്തിന്റെയും നിമിഷങ്ങൾ പിറന്നു. ചെറിയ പെരുന്നാളിന്റെ ലഹരിയിൽ നിറഞ്ഞു നാടാകെ. റമദാൻ മാസത്തിലെ ആത്മീയ യാത്രയുടെ പരിസമാപ്തിയിൽ പള്ളികളിലും ഈദ്ഗാഹുകളിലും ജനസാഗരം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ആഹ്വാനം ചെയ്ത് ഖത്തീബുമാർ. ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്ത വിശ്വാസികൾ. മുളങ്കുന്നത്ത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സ്നേഹവിരുന്നൊരുക്കി സാന്ത്വനം മഹൽ. മതസൗഹാർദ്ദത്തിന്റെ മഹനീയ സന്ദേശവുമായി തൃശൂർ ടൗൺ ഈദ്ഗാഹ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടന്നു. കൊടുങ്ങല്ലൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തെ ചെങ്കടലാക്കി മീനഭരണിയോടനുബന്ധിച്ച് അശ്വതി കാവുതീണ്ടൽ. ചെമ്പട്ടണിഞ്ഞ് പള്ളിവാളുകളേന്തി ഉറഞ്ഞുതുള്ളി കോമരങ്ങൾ. ആത്മീയ ഹർഷത്തിൽ ക്ഷേത്രവും പരിസരവും കീഴടക്കി ആയിരങ്ങൾ. തൃച്ചന്ദന ചാർത്ത് പൂജയ്ക്ക് ശേഷം വലിയ തമ്പുരാൻ തന്ത്രികൾക്കും അവകാശികൾക്കും അധികാര ദണ്ഡ് കൈമാറി. ചുവന്ന പട്ടുക്കുട ഉയർന്നതോടെ ക്ഷേത്ര ചെമ്പോലകളിൽ ആഞ്ഞടിച്ച് അമ്മേ ശരണം ദേവീ ശരണം വിളികളിൽ മുഖരിതമായി കോമരക്കൂട്ടങ്ങളുടെ ക്ഷേത്ര പ്രദക്ഷിണം. എമ്പുരാനിൽ അവസാനിക്കുന്നില്ല വിവാദം. പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോനെതിരെ വിദ്വേഷ പരാമർശവുമായി BJP നേതാവ് B ഗോപാലകൃഷ്ണൻ. സുപ്രിയ അർബൻ നക്സൽ എന്ന് ആരോപണം. മല്ലിക സുകുമാരൻ അഹങ്കാരിയായ മരുമകളെ നിലയ്ക്ക് നിർത്തണമെന്ന് ഗോപാലകൃഷ്ണന്റെ പരാമർശം. പൃഥ്വിരാജിനെതിരെ വീണ്ടും RSS രംഗത്ത്. വെട്ടിമാറ്റിയ എമ്പുരാൻ ചൊവ്വാഴ്ച മുതലെന്ന് റിപ്പോർട്ട്. വിശ്വപൂരത്തിനുമേൽ നിലകൊള്ളുന്ന ആശങ്കയുടെ കാർമേഘത്തിന് ഒരു ശമനവുമില്ല. പൂരം പടിവാതിൽക്കലെത്തിയിട്ടും മുഖ്യ ആകർഷണം വെടിക്കെട്ടിന് അനുമതിയായില്ല. അനുമതിക്കായി ജില്ലാ ഭരണകൂടം നിയമോപദേശം തേടും. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾക്കും വെടിക്കെട്ടിന് അനുമതി ലഭിച്ച സാഹചര്യത്തിലാണ് അഡ്വക്കേറ്റ് ജനറലിനോട് നിയമോപദേശം തേടുന്നത്. വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന മാഗസിനുകൾ കാലിയാക്കുമെന്ന് ദേവസ്വങ്ങൾ സത്യവാങ്മൂലം നൽകും. ഭാരതത്തിന്റെ അതിസമ്പന്നമായ സംസ്കാര പെരുമയുടെ മികവിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിൽ സുപ്രധാന പങ്ക് ജർമ്മൻ ഈശോ സഭാ വൈദികൻ അർണോസ് പാതിരിയുടെ ഭാരത പ്രവേശനത്തിന് ത്രിശതോത്തര രജത ജൂബിലി. വേലൂരിൽ ആഘോഷത്തിന് വേറിട്ട കാഴ്ചകൾ. 325 പേർ പാരമ്പര്യ വേഷവിധാനത്തോടെ പുത്തൻ പാനയിൽ സംഘാലാപനം നടത്തി. ശ്രുതിയിട്ടത് സംഗീത നാടക അക്കാദമി വൈസ് ചെയർപേഴ്സൺ പുഷ്പവതി പൊയ്പാടത്ത്. അതിരൂപത വികാരി ജനറൽ മോൺസിനോർ ജോസ് കോനിക്കര ഉദ്ഘാടനം ചെയ്തു. മാർഗംകളി, സ്കിറ്റ്, ക്ലാസിക്കൽ ഡാൻസ് നടന്നു. എരവക്കാട് മണലിപ്പുഴയിലേക്ക് നിയന്ത്രണമിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് മുങ്ങിത്താഴ്ന്നു. 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഓട്ടോറിക്ഷ പുറത്തെടുത്തത് ക്രെയിൻ ഉപയോഗിച്ച്.
വടക്കാഞ്ചേരി എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപം ട്രെയിനിന് മുന്നിലേക്ക് ചാടി 50-കാരൻ മരിച്ചു. കരുമത്ര ഉന്നതിയിൽ പിങ്കിലത്ത് മണികണ്ഠനാണ് ആത്മഹത്യ ചെയ്തത്. പേവിഷബാധയ്ക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ അഭയറാബിന്റെ വ്യാജപ്പതിപ്പ് രാജ്യത്ത് വ്യാപകമാകുന്നതായി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ്. ഡൽഹി, മുംബൈ, അഹമ്മദാബാദ്, ലക്നൗ നഗരങ്ങളിൽ വ്യാപകം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വലിയ തോതിൽ എത്താൻ സാധ്യത. ജാഗ്രത പ്രഖ്യാപിച്ച് അധികൃതർ. വടക്കഞ്ചേരി മണ്ണുത്തി ദേശീയപാതയിൽ പന്നിയങ്കരയിൽ ടോൾ നിരക്ക് വർധന. 5 മുതൽ 10% വരെയാണ് ചാർജ് വർദ്ധിപ്പിച്ചത്. ടോൾ പാസയിൽ പിരിവ് ആരംഭിച്ച് ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇത് 5ാം തവണ. വൻ ജനകീയ പ്രതിഷേധം. സംസ്ഥാനത്തിന്റെ ടൂറിസം പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ അനുമതി. മലമ്പുഴ ഡാം പൂന്തോട്ട നവീകരണവും പദ്ധതിയിൽ. സുദർശൻ 2.0 എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച് 165 കോടി രൂപ. മലമ്പുഴയ്ക്ക് മാത്രം 75.87 കോടി രൂപ അനുവദിച്ചു.